ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കീഴടങ്ങില്ല എന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ പ്രസ്താവിച്ചു. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് വിജയിച്ചുവെന്നും ഈ വിജയം അമേരിക്കക്കേറ്റ കനത്ത പ്രഹരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇറാനെതിരെ ഭാവിയിൽ എന്തെങ്കിലും നീക്കമുണ്ടായാൽ കനത്ത വില നൽകേണ്ടി വരും. അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഇനിയും ലക്ഷ്യം വെക്കാൻ മടിക്കില്ല. അമേരിക്കൻ എയർബേസുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. US ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ സമ്പൂർണ്ണമായും തകർന്നേനെയെന്നും ഇസ്രായേലിന് വലിയ തകർച്ചയാണ് ഉണ്ടായതെന്നും ഇസ്രായേലുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി നടത്തിയ പ്രതികരണത്തിൽ ഖാംനഈ വ്യക്തമാക്കി. ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിലും അമേരിക്കക്ക് ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ആണവ കേന്ദ്രങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അസാധാരണമായി അതിശയോക്തി കലർന്ന വിവരണം നൽകിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരുന്നു. കീഴടങ്ങുക, അത് ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെയോ വ്യവസായത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇറാന്റെ കീഴടങ്ങലിൻ്റെ പ്രശ്നമാണ്. ഇത്തരമൊരു കീഴടങ്ങൽ ഒരിക്കലും സംഭവിക്കില്ല. ഇസ്രായേലിനെതിരായ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായും നശിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് അമേരിക്ക നേരിട്ടുള്ള യുദ്ധത്തിൽ പ്രവേശിച്ചത്. ആവശ്യമുള്ളപ്പോൾ ഇറാൻ ജനതയിൽ നിന്ന് ഒരൊറ്റ ശബ്ദം മാത്രമാണ് ഉയരുക എന്ന് അവർ കാണിച്ചു കൊടുത്തതായും ഖാംനഈ പറഞ്ഞു.